മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധത്തിന് സാധ്യത. പരാതിയില്ലെന്ന് ഭാര്യ ബിന്ദു മേനൻ വ്യക്തമാക്കിയെങ്കിലും പത്തനാപുരം മണ്ഡലത്തിലെ വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. അതേസമയം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് ഗണേഷ് കുമാറിന് സിപിഐഎം നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ചേരുന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. ടി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. മന്ത്രിയുടെ ഡയലോഗാണ് കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. പിന്നെ എന്തായാലും പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞ് തീർപ്പാക്കിയിട്ടുണ്ടെങ്കിലും ഈ വിഷയം വിടാൻ പ്രതിപക്ഷം തയ്യാറല്ല. പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണല്ലേ? ഉറപ്പായും അത് തന്നെയാണ്. ഒരു മാപ്പിൽ തീരില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് വളരെ സജീവമായി മണ്ഡലത്തിൽ വിഷയം നിലനിർത്തുകയാണ്. മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ ആ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ് ഇത് എന്ന പ്രചരണം വ്യാപകമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ ഈ വിഷയത്തിൽ ഇത് സംബന്ധിച്ചുള്ള ഒരു ഒത്തുതീർപ്പുണ്ടായിരുന്നു. മിനിഞ്ഞാന്ന് രാത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ഭാര്യയെ വിളിച്ച് മാപ്പ് അഭ്യർത്ഥിച്ചത് എന്നാണ് അവർ തന്നെ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പെട്ടെന്ന് രാജി വേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് മാറിയതും. ഗണേഷ് കുമാറിനും സർക്കാരിനും LDFനും CPIM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും വലിയ ആശ്വാസം ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ആ വിഷയം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ഇന്ന് പ്രത്യേകിച്ച് സമരപരിപാടികളൊന്നും നേരത്തെ ആഹ്വാനം ചെയ്തില്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഈ വിഷയം സജീവമായി നിർത്തേണ്ടത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. ഗണേശെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് മാപ്പ് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നേനെ. അങ്ങനെയാണെങ്കിൽ പത്തനാപുരത്ത് മത്സരിക്കുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടായേനെ. ഇനിയിപ്പോൾ മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ അവിടെ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിൽ പോലും കേരളത്തിൽ ആകെ ഈ വിഷയം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം.